ആണാധിക്യം നിറഞ്ഞു നിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ കുടുംബ പ്രശസ്തിക്കും രാഷ്ട്രീയവും സാമ്പത്തികമായ നേട്ടങ്ങൾക്കും വേണ്ടിയാണ് പെൺജീവിതം എന്ന് കരുതിയിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു 18 വയസ്സുകാരി പെൺകുട്ടിയുടെ സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും എന്ത് പ്രാധാന്യമാണ് ഉള്ളത് എന്ന് ചോദിക്കുന്നവർക്ക് ഒറ്റ ഉത്തരം അസീസിയിലെ വിശുദ്ധ ക്ലാര തന്നെയാണ്. ഫ്രാൻസിസിന്റെ ജീവിതവും ഫ്രാൻസിസ്കൻ ആദർശങ്ങളും അതിന്റെ ആഴത്തിൽ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്ത ഫ്രാൻസിസിന്റെ ഒരു യഥാർത്ഥ ശിഷ്യ. ലൗകിക ആഡംബരങ്ങളും സുഖഭോഗങ്ങളും വെടിഞ്ഞ് ആവൃത്തിക്കുള്ളിൽ ഫ്രാൻസിസിന്റെ പാത പിന്തുടർന്ന് ദാരിദ്ര്യത്തെ പുൽകി ജീവിക്കാൻ അവളെടുത്ത തീരുമാനത്തെ അന്ന് ലോകം ഒരുപക്ഷെ ശുദ്ധ മണ്ടത്തരമെന്ന് വിളിച്ചു കാണും. എന്നാൽ അതിനെ അതിജീവിക്കത്തക്ക വിധം തന്റെ ബോധങ്ങളിൽ ഉറച്ച വിശ്വാസവും അതിജീവിക്കാനുള്ള തന്റെ ഇടവും അവൾക്കുണ്ടായിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയാണ് അനേകായിരങ്ങൾ ഈ ജീവിത രീതിയിലൂടെ ക്രിസ്തുവിലേക്ക് അവൾക്ക് അടുപ്പിക്കാൻ സാധിച്ചത്. ഇന്നിന്റെ ലോകത്ത് മങ്ങലേറ്റുപോയ 2 കാര്യങ്ങൾ ഇത് തന്നെയാണ്: ഉറച്ച ബോധ്യമില്ലായ്മയും, ഇനി ബോധ്യമുണ്ടെങ്കിൽ തന്നെ അതിജീവിക്കാനുള്ള തന്റെ ഇടയില്ലായ്മയും ഒക്കെ. വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ട്, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും, എന്നാൽ എന്നെ പ്രതിയോ സുവിശേഷത്തെ പ്രതിയോ അത് നഷ്ടപ്പെടുത്തുന്നവൻ അത് വീണ്ടെടുക്കുമെന്ന്.